ഞങ്ങൾ ഹൈക്കിങ്ങിന് വേണ്ടി തീരുമാനിച്ച ആ ദിവസം വന്നെത്തി. ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും നമുക്കൊരു ശ്രമം നടത്താം. ഇവിടുത്തെ ഏറ്റവും ടോപ്പിലെ മലയുടെ മുകളിൽ കയറണം. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പൊ ഇന്നത്തെ ടാസ്ക് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഡോൺ ഖിഹോത്തെ എന്ന് പറയുന്ന ഒരു റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. മറ്റു മാർഗങ്ങളായിട്ട് ഹൈവേയിൽ കൂടിയും നമുക്ക് പോകാം, വേറെ റൂട്ടും ഉണ്ട്. പക്ഷെ ഈ റൂട്ടിൽ കൂടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഈ റൂട്ട് ഒരു പ്രത്യേക റൂട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കാട് പിടിച്ചു കിടക്കും. പക്ഷെ ഇത് ഏറ്റവും ടോപ്പാണ്. ഈ ടോപ്പിൽ കൂടിയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇവിടെ വിജനമായിട്ടുള്ള കാടുകൾ മാത്രമല്ല കേട്ടോ, തരിശു ഭൂമികൾ പോലത്തെ സംഭവം കാണാൻ പറ്റും. ഇവിടുന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ താഗോപ്പുഴ കാണാൻ പറ്റും. ഈ റൂട്ടിനൊരു പേരുണ്ട് കേട്ടോ, ഡോൺ ഖിഹോത്തെ റൂട്ടാന്നാണ് പറയുന്നത്. ഡോൺ ഖിഹോത്തെ സഞ്ചരിച്ചിരുന്ന റൂട്ട്. അവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഗോപ്പുഴ കാണാൻ പറ്റും. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ കുറേ പ്രാവുകൾ അവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു നോക്കണം. നന്നായിട്ട് സൂം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുള്ളൂ. കണ്ടില്ലേ, ഒരുപാട് പ്രാവുകളുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഈറ്റങ്ങൾ കൂട് കൂട്ടുന്നത് ഇവിടെയാണ്. ഞങ്ങളൊരു മലയുടെ മുകളിൽ കൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത്. അതായത് പണ്ടൊക്കെ ആളുകള് പോവാനായിട്ട് പേടിച്ച സ്ഥലങ്ങളാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മൊട്ടക്കുന്നിന്റെ മുകളിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ധാരാളം കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് കൃഷിയാണ്. അത് കാട്ടൊലിവിന്റെയാണ്. ഇത് സാധാരണ എന്തിനാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാട്ടൊലിവ് കഴിച്ച പന്നികളുടെ മാംസത്തിന് ഭയങ്കര വില കൂടുതലാണ്, ഭയങ്കര ഡിമാൻഡുമാണ്. കാരണം അതിന്റെ മാംസം ഭയങ്കര സ്വാദിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കാട്ടൊലിവ് കഴിച്ച പന്നിയുടെ മാംസം മാറ്റി വെക്കും. ഏറ്റവും വലിയ മലയുടെ മുകളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളൊരു പരിശ്രമത്തിനിടയിൽ ഗൂഗിൾ വരെ നമ്മളെ ചതിച്ചു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നോക്കി പോവാണ്. മലയുടെ മുകളിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സത്യം പറഞ്ഞാൽ ക്യാമറയൊന്നും ഓൺ ആക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ മലയുടെ മുകളിൽ കയറിയത്. അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ടൊളേദോ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു മലയുടെ മുകളിലോട്ട് തന്നെ വരണം. ഭാഗ്യത്തിന് ഞങ്ങൾ കയ്യിൽ കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചായ കുടിക്കാന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്, അതികഠിനമായിട്ടുള്ള ചൂടുള്ള സമയത്ത് ഞങ്ങൾ ചൂടൻ ചായയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത്രയും ചൂട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭയങ്കര രസമാണ് കേട്ടോ. ഹൈക്കിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു. എങ്കിലും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അടുത്ത വ്ലോഗിൽ പറയാം. അപ്പൊ ബൈ.